تقوى الله فإن التقوى مدار كل سعادة. അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഭവനത്തിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെ നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് ഉരുവിട്ട് നമ്മളെല്ലാവരും അവൻ്റെ മാർഗത്തിൽ ഭജനമിരിക്കുന്നതും വലിയൊരു ജമാഅത്തിനെ പ്രതീക്ഷിച്ച് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതും അള്ളാഹു നമ്മളിൽ നിന്നുള്ള ഏറ്റവും നല്ല ഒരു സദ്വൃത്തിയായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അത് കാരണം നമ്മുടെ പാപങ്ങളെ പൊറുക്കുകയും നമ്മുടെ ദർജകളെ ഉയർത്തുകയും നമ്മുടെ ആഖിബത്തിനെ നന്നാക്കുകയും അവസാനം നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് റബ്ബ് തആല പാപമോചനം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം ഈമാൻ കാമിലായി ഹുസ്നുൽ ഖാത്തിമത്തോടുകൂടെ കണ്ണടക്കാനും നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവ് അങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളുടെ ഒരു കലവറയാണ്. അള്ളാഹു നമ്മുടെ ഓരോ നിമിഷവും പരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ. സന്തോഷം പരീക്ഷണമാണ്, സന്താപവും പരീക്ഷണമാണ്. അതുകൊണ്ട് ദുനിയാവിൽ തന്നെ അള്ളാഹു ഒരു കാവ്യനീതി വെച്ചിട്ടുണ്ട്. ദുനിയാവിന് ഒരു പോയറ്റിക് ജസ്റ്റിസ് ഉണ്ട്. നമ്മൾ സദാ പറയാറുണ്ട്, കൊടുത്തതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് പ്രകൃതിയുടെ ഒരു ദൗത്യമാണ്. പ്രകൃതി കൊടുത്തതെല്ലാം തിരിച്ചു നൽകുന്ന ഒരു വലിയ ഒരു പ്രതിഭാസമാണ്. മൻ ഖദമ ഖുദിമ. ഏതെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് സേവനം ചെയ്താൽ നാളെ അയാളെ സേവിക്കാൻ ഈ പ്രകൃതി എന്ന് പറയുന്നത് അള്ളാഹു അവിടെ ഒരു വിധിയെ അവിടെ ചുമതലപ്പെടുത്തുകയാണ്. അതാണ് മൻ ഖദമ ഖുദിമ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരാൾ സേവനം ചെയ്താൽ നാളെ അയാൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ ചുമതലപ്പെടുത്തും. ചില സംവിധാനങ്ങളെ തന്നെ അങ്ങനെ കൊണ്ടുവരും. അപ്പൊ നല്ല സ്വഭാവത്തിന്റെ ഉടമയായി ജീവിച്ച ആൾക്ക് ക്ഷണിക നേരം കൊണ്ട് അയാൾ ഒരു സാധുവാണ്, ഒരു പച്ച മനുഷ്യൻ, ഒരു പാവം മനുഷ്യൻ, പഞ്ഞപ്പാവം, അങ്ങനെ പറഞ്ഞ് അവസാനം ആൾക്കാർ അവനെ പറ്റി പറയും മിസ്കീൻ, അല്ലേ? ഏറ്റവും സാധുത്തരുള്ള ആൾക്കാരെ പറ്റി പൊതുവെ പറയുന്ന ഒരു പ്രയോഗമാണല്ലോ അത്, മിസ്കീൻ, സാധു, പരമസാധു. പക്ഷേ ഈ സാധുത്തരത്തിനൊക്കെ തന്നെ അള്ളാഹു വിധി ഇവിടെ തന്നെ ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാണ്. സ്വീകാര്യത, പിന്നെ ശത്രുപക്ഷങ്ങൾ അവനുണ്ടാകൂല. അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അവൻ്റെ മിത്രങ്ങളായിരിക്കും. അപ്പൊ നമ്മുടെ സ്നേഹങ്ങൾക്ക് ഇവിടെ പ്രത്യുത്തരം കിട്ടുന്നുണ്ട്. നമ്മുടെ രോഷപ്രകടനങ്ങൾക്കും ശത്രുതകൾക്കും കുശുമ്പുകൾക്കും കുന്നായ്മകൾക്കും ഇവിടെ പ്രത്യുപകാരം കിട്ടുന്നു. അതെല്ലാം വിധി തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കു നാമേ പണിവതു നാഗം സ്വർഗം എന്നർത്ഥം. നമ്മുടെ സ്വർഗം പണിയുന്നതും നമ്മളാണ്. നരകവും അതുപോലെയാണ്. അതുകൊണ്ട് നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. നമിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് നമ്മൾ സ്വയം താവുക, വിനയാന്വിതനാവുക. അങ്ങനെ നമ്മൾ വിനയഭാവം നമ്മുടെ ഒരു മുഖമുദ്രയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയരാം എന്നാണ്. ആരാണ് ആ ഉയർത്തുന്നത്? നമ്മളെ ഉയർത്താനും നമ്മളെ റെസ്പെക്ട് ചെയ്യാനും നമ്മളെ കൺസിഡർ ചെയ്യാനും നമ്മുടെ എഴുത്തിബാർ ചെയ്യാനും അള്ളാഹു അവിടെ വേറൊരു തലമുറയെ സജ്ജീകരിക്കുന്നതാണ്. നമ്മൾ ചെയ്ത പണി എന്താണ്? എന്നെ ബഹുമാനിക്കണേ എന്ന് പറഞ്ഞ് നടക്കായിരുന്നോ? അല്ല, ഒന്നും പറയാതെ നമ്മൾ വിനയം കാണിക്കുകയായിരുന്നു. അതാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ റഫഅ മൻ റഫഅ. ഈ ദുനിയാവിൽ ഉയർന്നു പോയ ആളുകളൊന്നും ഉയർന്നിട്ടില്ല, ഉന്നതരായ ആളുകളൊന്നും ഉന്നതരായിട്ടില്ല. ഇല്ലാ ബിൽ ഹുർമ. അവർ സ്വയം മറ്റുള്ളവരെ ബഹുമാനിക്കൽ കൊണ്ടല്ലാതെ, അവർ ജനങ്ങളെ ആദരിച്ചത് കൊണ്ടാണ് അവർ ഉയർന്നത്. അവർ വിനയം കാണിച്ചത് കൊണ്ടാണ് അവർക്ക് ഔന്നത്യത്തിലേക്ക് ചേക്കേറാൻ സാധ്യമായത്. ഇവിടെ വീണുപോയവരൊന്നും വീണുപോയിട്ടില്ല, ഇവിടെ താന്നുപോയവരൊന്നും താന്നുപോയിട്ടില്ല, ഇവിടെ അധസ്ഥിതരായവർ ഒന്നും അധസ്ഥിതരായിട്ടുമില്ല. ആദരവിനെ ഉപേക്ഷിക്കൽ കൊണ്ടല്ലാതെ. ആദരവാണ് എല്ലാത്തിൻ്റെ കാരണം. അപ്പൊ അള്ളാഹ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹ് തന്നതിനൊക്കെ തിരിച്ച് അള്ളാഹിനോട് അൽഹംദുലില്ലാഹ് വഷ്കുറൂ നിഅമത്തല്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക.
സംതൃപ്തനല്ലേ നന്ദി പറയുള്ളൂ അല്ലേ? ഇപ്പൊ നമ്മൾ മനസ്സറിഞ്ഞൊരു ഭക്ഷണം കഴിച്ചാൽ അതിന്റെ നന്ദി ആ ഭക്ഷണം തന്ന ആളോട് പറയാറില്ല. എന്തുകൊണ്ടാ? അത് ഉള്ളു നിറഞ്ഞത് കൊണ്ടാണ്. ഉള്ളു എന്ന് പറഞ്ഞാൽ ജഠരം അല്ല, വയറല്ല, പിന്നെ മനസ്സ് നിറഞ്ഞത് കൊണ്ടാണ്. ചില ആളുകളുടെ ആതിഥ്യ മര്യാദ കാണുമ്പോൾ നമ്മൾ താങ്ക്സ് നന്നായി കൊടുക്കാറുണ്ട്, നിറഞ്ഞ മനസ്സോടുകൂടെ കൊടുക്കാറുണ്ട്. എന്താണ്? അപ്പോൾ ഒരു നന്ദി പ്രകടനം എന്ന് പറയുന്നത് അത് സംതൃപ്തിയുടെ ഇഷാറത്താണ്. ഉള്ളിൽ സന്തോഷം ഉണ്ടാകുമ്പോഴേ നന്ദി പ്രകടനം നടത്തുള്ളൂ എന്നാണ്. അപ്പോ അള്ളാഹ്ക്ക് നമ്മൾ ശുക്ർ ചെയ്യുമ്പോൾ അവൻ സന്തോഷമുള്ള അടിമയാണ്, അവൻ കുശുമ്പുള്ള അടിമയല്ല, അവൻ കുന്നായ്മയുള്ള അടിമയല്ല. അപ്പൊ അള്ളാന്റെ ഭാഗത്ത് നമുക്കതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അള്ളാന്റെ ഭാഗത്ത് നിയമത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത് കിട്ടാനുള്ള വഴികള് ചെറിയ ചെറിയ ചില നേക്കുകൾ ഉണ്ടാവുമെന്ന് പറയാറുണ്ടല്ലോ കാരണന്മാർ. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ അള്ളാന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഭയങ്കര പ്രോഗ്രസ് ഒരു മനുഷ്യന് കിട്ടാനുള്ള ഒരു വഴി സുലത്തുറഹ്മയിക്കാരം. അല്ലാതെ ബിസിനസ് സെറ്റപ്പിന്റെ വലിയ കോച്ചിങ് ക്ലാസ്സുകൾക്ക് നമ്മൾ ഒരുപാട് പോയി ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എന്നിട്ട് അവിടെ ഒരു വെഞ്ചർ തുടങ്ങി ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അതിന് ആളുകളെ കൂട്ടി എന്തുകൊണ്ടും വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതൊന്നും ആകില്ല ചിലപ്പോൾ അതിന്റെ വഴികൾ. ഒരു മനുഷ്യന് ദുനിയാവിൽ തന്നെ ഔന്നത്യം കിട്ടാനുള്ള വഴിയെ പറ്റി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുംസാ ലഹു ഫീ ഉംറിഹി. നിങ്ങൾക്ക് ആയുസ്സിൽ വർധനവ് വേണോ? നിങ്ങൾക്ക് സമ്പാദ്യത്തിൽ പുരോഗതി വേണോ? പ്രോഗ്രസ് വേണോ? ഫൽയസിൽ റഹിമഹു. അവൻ ആത്മബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അപ്പൊ കുടുംബ ബന്ധങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് ചിലപ്പോൾ വേറെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. പിന്നെ അല്ലാഹു തആല വേറെ വഴിയിലൂടെയൊക്കെ അവന് ഓരോ സാധ്യതകൾ ഇങ്ങനെ അവന്റെ മുമ്പിലേക്ക് ഒരു ഹമ്മ്, ഒരു നസീബ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊരു അറബി വേർഡാണെങ്കിലും അത് മലയാളത്തിൽ പ്രചാരം സിദ്ധിക്കപ്പെട്ട ഒരു പ്രയോഗം പോലെയാണ്. നസീബുള്ള മനുഷ്യനാണ്. അങ്ങനെ നസീബ് കിട്ടാൻ ഇങ്ങനെ കുറെ വഴികളുണ്ട്. അത് മാതാപിതാക്കളോട് ഗുണം ചെയ്തതിന്റെ റിസൾട്ട് തന്നെ ഹദീസിൽ നമുക്ക് കാണാം. സ്വന്തം ഉമ്മാനോടും ഉപ്പാനോടും നല്ല രീതിയിൽ നമ്മൾ പെരുമാറിയാൽ തന്നെ ഒരു മനുഷ്യന്റെ നസീബ് പൂർത്തിയായി എന്നാണ്. എന്ന് പറഞ്ഞാൽ അവന് ദുനിയാവിലും നസീബ് ഉണ്ടാകും, ആഖിറത്തിലും നസീബ് ഉണ്ടാകും. ഒന്ന്, പരിശുദ്ധ റസൂൽ പറഞ്ഞ മാതാപിതാക്കളോട് നല്ല രീതിയിൽ അവരെ പൊരുത്തത്തിലായി ജീവിക്കുക എന്ന് പറഞ്ഞാല് അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള പൈസ കൊടുക്കൽ മാത്രമല്ല. അപ്പൊ നമ്മളെ ഒരു ക്യാഷ് ഫ്ലോ അങ്ങോട്ട് ഉണ്ടാകുന്നത് കൊണ്ട് അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതല്ല സിലത്തുർ റഹ്മ എന്ന് പറയുന്നത്. പിന്നെ അതോടുകൂടെയുള്ള ആത്മബന്ധമാണ്. അങ്ങനെ ഒരാള് മാതാപിതാക്കൾക്ക് മനസ്സ് നിറയുന്ന രീതിയിൽ അവരോട് ഗുണം ചെയ്താൽ ഈ മനുഷ്യന് കിട്ടുന്ന ഉപകാരം റസൂലുള്ളാഹി തങ്ങൾ എണ്ണി പറഞ്ഞെന്നു. ഒന്ന്, അവന്റെ ദുആക്ക് ഉത്തരം കിട്ടതാണ്. യഖൂലു മുജാബ ദഅവാന, അവൻ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാകുന്നതാണ്. നമ്മൾ ഔലിയാക്കന്മാരെടുത്ത്, മശായിഖന്മാരെടുത്ത്, വലിയ ഉസ്താദന്മാരെടുത്തൊക്കെ പോയാണ്ട് കൈ പിടിച്ച് പറയാറില്ലേ, ദ്വാരക്കണം. എന്തിനാണ്? ആ മനുഷ്യന്റെ ആമീനിൽ നമുക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു വലിയന്റെ സ്ഥാനത്ത് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രത്യുത്തരം കിട്ടേണ്ട ഒരാളാവാൻ നിങ്ങൾക്കുള്ള പോംവഴി എന്താണ്? മാതാപിതാക്കളോട് ഗുണം ചെയ്യലാണ്. മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്ന മനുഷ്യന് ഒന്നാമത് കിട്ടുന്നതാണ്. രണ്ടാമത് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, അവന്റെ വൻപാപങ്ങൾ പൊറുക്കുന്നു. യാ അല്ലാഹ്, അവന്റെ വലിയ ദോഷങ്ങൾ വരെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തതിന്റെ പേരിൽ പൊറുക്കപ്പെടുന്നു. അല്ലാഹുവേ, ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു റബ്ബേ എന്നും പറഞ്ഞ് അവൻ തൗബ ചെയ്യാൻ പോയിട്ടില്ല. അവൻ ഇപ്പുറത്ത് ഇവന്റെ അടുത്ത് ഈ ആദ്യമുള്ള വിക്രിയകളുണ്ട്, ഇവന്റെ പാർട്ട് മൈനസാണ്, റിമാർക്കബിൾ ആയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവന്റെ അടുത്തുണ്ട്. ഇങ്ങനെയൊക്കെ ദുഷിച്ച പ്രവൃത്തിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്ത് അവനുണ്ടല്ലോ, അത്രയും സോഫ്റ്റ് ആണ്, അവർക്ക് ഇവനെ കൊണ്ട് പെരുത്ത് ഇഷ്ടമാണ്. എന്നാൽ ചിലപ്പോ മേ ബി അല്ലാഹു തആല അവന് അതിനുള്ള സാധ്യതകളൊക്കെ തുറന്നു കൊടുത്തേക്കാണ്. കാരണം ഇപ്പുറത്ത് വലിയൊരു ഖൈർ ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് എന്നാണ്. പിന്നെ അവന്റെ റിസ്ഖിൽ ബർക്കത്ത് കൊടുക്കുന്നുള്ളതാണ് മൂന്നാമത് മുസ്തഫ നബി തങ്ങൾ നമ്മളോട് പറഞ്ഞു. അപ്പൊ പ്രത്യേകിച്ച് വിധി എല്ലാം നമ്മൾ കൊടുത്തതൊക്കെ തിരിച്ചു തരുമെന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഉപ്പാനോടും ഉമ്മാനോടും നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ദുനിയാവിൽ തന്നെ അല്ലാഹു തആല അതിന്റെ നെത്തീജ കാണിച്ചിരുന്നതാണ്. എന്താണ്? നമുക്ക് നമ്മുടെ മക്കള് ആ ഒരു പരുവത്തിലായി, നമ്മൾ വാർദ്ധക്യത്തിൻ്റെ ദശാസന്ധ്യകളിലേക്ക് എത്തിപ്പോയി, നമ്മളൊക്കെ അവശതയിലേക്ക് എത്തി, ബലഹീനരായി. ആ നേരത്ത് നമ്മളെ മക്കളുടെ കൽബിലേക്ക് അല്ലാഹു തആല ഒരു ബോധം ഇട്ട് കൊടുക്കും, അതിന് തൗഫീഖും അവർക്ക് കൊടുക്കും. അപ്പം നമ്മളെ മക്കൾ ഏത് തിരക്കിലായാലും നമ്മളെ പരിഗണിക്കാനുള്ള മനോഭാവം കാണിക്കും. അത് ആ മക്കളുടെ ഗുരുത്വം കൊണ്ടാവൂല, പിന്നെ നാം ആയ കാലത്ത് നമ്മളെ ഉമ്മാനുപ്പാനി നോക്കിയതിൻ്റെ ഗുരുത്വം കൊണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർഷനും അങ്ങനെ തന്നെയാണ്.
എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ പെരുമാറിയില്ല, അവരുടെ അതൃപ്തിയാണ് നമ്മൾ സമ്പാദിച്ചതെങ്കിൽ നമ്മൾ ആ സ്റ്റേജിലെത്തുമ്പോൾ മക്കളുടെ അതൃപ്തിയൊക്കെ നമുക്കുണ്ടാകും, നമ്മുടെ അതൃപ്തി മക്കളിലേക്ക് ഉണ്ടാകും. വലിയൊരു സ്വരച്ചേർച്ചയും കാര്യങ്ങളൊന്നും ഉണ്ടാകൂല. ഇതിനെ സാബിത്തുൽ ബുനാനി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, സാബിത്തുൽ ബുനാനി മിസ്റിൽ പോയപ്പോൾ ആ മനുഷ്യന്റെ മഖബർ സിയാറ ചെയ്തത് ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. കിതാബിൽ കാണാം, മഹാനായ സാബിത്തുൽ ബുനാനി ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന നേരത്ത് സാബിത്തുൽ ബുനാനി തങ്ങൾ തന്നെ പിന്നെ ആ വിസിറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാണ്, ഞാൻ ആ വഴിയിൽ സഞ്ചരിച്ചപ്പോ ഒരു ചെറുപ്പക്കാരനെ കണ്ടു, അവന് രൂക്ഷമായിട്ട് അവന്റെ ബാപ്പാനെങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൾക്ക് പോലും തടയാൻ കഴിയുന്നില്ല. അവൻ ആരോഗ്യ ദൃഢഗാത്രനായ യുവാവാണ്, ചെറുപ്പക്കാരനാണ്. സ്വന്തം ബാപ്പാന്റെ ഡ്രസ്സ് ഇങ്ങനെ വലിച്ചു മുറുക്കി പിടിച്ചിട്ട് ബാപ്പാൻ എങ്ങനെ അടിക്കുകയാണ്. ഞാൻ അവനെ തടയാൻ വേണ്ടിയിട്ട് കടന്നു ചെന്നു ആ മനുഷ്യന്റെ അടുക്കലേക്ക്. എന്നിട്ട് ഈ യുവാവായ കുട്ടിയോട്, മകനോട് ചോദിച്ചു, ലിമൻ തദ്രിബു അബാക യാ അഖി, എന്തിനാ സഹോദര സ്വന്തം ബാപ്പാനെ ഇങ്ങനെ തല്ലുന്നത്? അതിന് മറുപടി പറഞ്ഞത്, അടി വാങ്ങണ വാപ്പയാണ്. വാപ്പ പറഞ്ഞു, ഫഖാലൽ അബു ഖല്ലൂഹു തരീഖഹു, സാബിത്തുൽ ബുനാനി തങ്ങളെ, നിങ്ങൾ അവനെ തടഞ്ഞിട്ട് കാര്യമില്ല, അവനെ വിട്ടാളി, ലെറ്റ് ഹിം ഫ്രീ, അവനെ വിട്ടാളി. എന്തേന്ന് ചോദിച്ചു. നിങ്ങളിങ്ങനെ അടി വാങ്ങണതിൻ്റെ ഇടയിൽ നിങ്ങൾ അടിച്ചണ നിങ്ങളെ മകനെ തടുക്കാൻ ഞാൻ വന്നപ്പോൾ നിങ്ങൾ പറയാണ് ഓൻ്റെ പാട്ടിന് വിട്ടാളി, എന്താ നിങ്ങളങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഈ ബാപ്പ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് എനിക്ക് അടി കിട്ടിയപ്പോൾ ഇതേ വഴിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് 6 അടി മണ്ണിൽ കിടക്കണ എൻ്റെ ബാപ്പാനെ ഞാൻ അടിച്ചിരുന്നു. സാബിത്തുൽ ബുനാനി തങ്ങൾ പറഞ്ഞതാണ്. ആ മഹാനായ മനുഷ്യൻ സത്യത്തിന് വിരുദ്ധമായ ഒന്നും പ്രായപൂർത്തിക്ക് ശേഷം പറയാത്ത ആളാണ്. അത്രയും വലിയ സ്വാഫായ മനുഷ്യനാണ്. ആ മനുഷ്യനാണ് പറഞ്ഞത്, ഞാൻ ആ പിതാവ് പറഞ്ഞു പോയ വാക്ക് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇത് അല്ലാഹു കൊണ്ടുവരുന്ന ഒരു കാവ്യനീതിയാണ്. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഈ വിഷയം, ഒരു ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ പ്രത്യേകിച്ചും ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം അമ്മായിമ്മ മരോള് പോര് എന്ന് പറഞ്ഞാൽ മലബാറിലെ ജോയിൻറ്റ് ഫാമിലികളിൽ സ്ഥിര സംഭവമാണ് അല്ലേ. അപ്പോൾ ഈ പുതിയതായിട്ട് കയറി വന്ന മരുക്കൾക്ക്, മകൻ്റെ ഭാര്യന്മാർക്ക്, ബന്ധപ്പെട്ടവർ, മക്കൾ, ഈ ഭർത്താക്കന്മാരടക്കമുള്ളവർ പറഞ്ഞു കൊടുക്കണം, എന്ത്, നീ ഇപ്പോൾ വന്ന് കയറി ശരിയാണ്, അപ്പം എൻ്റെ അമ്മായിമാനെ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാനെ എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് നീ പ്രതിഷ്ഠിക്കണം. അതൊരു അന്യ പെണ്ണാണ്. അപ്പം ആ പെണ്ണ് പറയുമ്പോൾ വേറെ റോങ്ങിലെടുക്കുക. എൻ്റെ അമ്മ എന്നോട് ചൂടാകാറില്ലേ, ആ നേരത്ത് നീ സോഫ്റ്റായിട്ട് നിൽക്കാറില്ലേ, എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമല്ലേ. അതുപോലെ ഭർത്താവിൻ്റെ ഉമ്മാനെയും കണ്ടാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് ഇല്ലേ. നാളെ നീയും ഒരു അമ്മായിമാന്റെ സ്ഥാനത്തേക്ക് എത്തും. അപ്പൊ നിന്റെ ജീവിതത്തിലേക്ക് വേറെ മരുക്കൾ വരും, പലിശ സഹിതം. അല്ലാഹു തആല കാവ്യനീതി പോലെ അത് കാണിച്ചു തരും. അപ്പൊ ഇതാണ് പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത്. മാം ബാപ്പ്, ഹം തോ മാം ബാപ്പ് കോ തഅസീം करते हैं, മാം ബാപ്പ് को एहतराम करते हैं. उर्दू शायर के एक शेर भी है, माँ बाप इस जहां में सबसे बड़ी है दौलत, सच पूछिए तो ये है दोनों खुदा की रहमत. माँ बाप की मोहब्बत मिलती है कब जहां में, पूरे संसार में माँ बाप के मोहब्बत के बदले में कोई मोहब्बत कहीं मिलेगा, कभी मिलेगा. बाजार से हमको किस चीज को भी खरीद देख सकते हैं, लेकिन माँ बाप के मोहब्बत हरगिज बाहर में नहीं मिलता है. वो मोहब्बत को शर्त नहीं होता है, वो मोहब्बत के सामने कंडीशन नहीं होता है. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളോട് നമ്മൾ പരിചരണം നടത്തുമ്പോഴും ശുശ്രൂഷ നടത്തുമ്പോഴും അവരെ കാലശേഷം പോലും അവർക്ക് മുമ്പിൽ പരിചരണം നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ്. അള്ളാഹിന്റെ തൃപ്തി ഉമ്മാന്റെ ഉപ്പാന്റെ തൃപ്തിയിലാണ്. നിങ്ങൾക്ക് അള്ളാഹിന്റെ തൃപ്തി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, വീട്ടിൽ പോയിട്ട് ഉമ്മാനും ഉപ്പാനും കാണുമ്പോൾ അവർ നിങ്ങളുടെ മുഖത്തേക്ക് തൃപ്തിയോടുകൂടെയാണോ നോക്കുന്നത്? നിങ്ങൾ ഉറപ്പിച്ചോ, എനിക്ക് എൻ്റെ റബ്ബിൻ്റെയും തൃപ്തിയുണ്ട്. ആ തൃപ്തിയോടുകൂടെയാണോ അവർ നിങ്ങളെ നോക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം, അള്ളാഹുവിന്റെ കോപത്തിലാണ് നിങ്ങളുള്ളത്. കാരണം അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾക്ക് വരാനുള്ള ഉപാധി അത് റിളൽ വാലിദൈൻ, അത് മാതാപിതാക്കളുടെ തൃപ്തി തന്നെയാണ്. ഉമ്മ മരിച്ചുപോയി, ഇപ്പൊ മരിച്ചുപോയി, അപ്പൊ അവരോട് എങ്ങനെയാണ് നമ്മൾ ബന്ധം പുലർത്തുക? മൻ അഹബ്ബ അൻ യസ്ല അബാഹു ഫീ ഖബ്രിഹി,
ഖബറിൽ കിടക്കണ ബാപ്പാനോട് ജീവിതകാലത്തുള്ള ബന്ധം പോലെയുള്ള ബന്ധം നിങ്ങൾക്ക് സ്ഥാപിക്കണം എന്ന് ബാപ്പാന്റെ മരിച്ച മരണശേഷം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതിനെന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ബാപ്പ സുഹൃത്തുക്കളായി കൊണ്ട് നടന്ന ആളുകളോട് അതുപോലെ നിങ്ങൾ പെരുമാറിയാൽ മതി. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു ഒരു ദിവസം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ഒരു അറാബി, ഒരു ഗ്രാമീണനായ മനുഷ്യൻ, ആരും മൈൻഡ് ചെയ്യാത്തൊരു വേഷഭൂഷാദിയുള്ള ഒരു മനുഷ്യൻ ആ വഴിക്ക് വരികയാണ്. ഇബ്നു ഉമർ തങ്ങൾക്ക് അന്ന് വലിയ പ്രൗഢമായ സ്ഥാനമാണ്, രാജകീയ പരിവേഷാണ്. ഈ മനുഷ്യനെ, ഈ അറാബിയെ കണ്ടപ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങുകയാണ്. ഇബ്നു ഉമർ തങ്ങൾ ഈ ഇറങ്ങിയ രംഗം കണ്ടപ്പോൾ കൂടെയുള്ള സഹാബികൾ അത്ഭുതപ്പെടുകയാണ്. എന്തിനാണ് ഈ മനുഷ്യനെ ഇത്രമാത്രം ബഹുമാനിക്കാൻ? എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു മുത്തം വെച്ചു, നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്തു, ചുംബനം കൊടുത്തു. എന്നിട്ട് ഇബ്നു ഉമർ തങ്ങൾ തന്റെ തലയിൽ ധരിച്ചിരുന്ന അമാമ ഈ ഗ്രാമീണനായ പ്രായമുള്ള മനുഷ്യന്റെ തലയിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഇബ്നു ഉമർ തങ്ങൾ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് തിരിച്ചുപോയി. കണ്ടു നിന്ന സ്വഹാബ ചോദിച്ചു, എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഈ മനുഷ്യനെ ആ രീതിയിൽ നിങ്ങൾ പരിഗണിക്കാൻ കാരണം എന്താണ്? അതറിയാൻ ഞങ്ങൾക്ക് നിർബന്ധ സാക്ഷ്യമുണ്ട്. അവരോട് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യൻ എൻ്റെ പിതാവ് എന്നിൽ നിന്ന് വിട പറഞ്ഞു പോയ, നമ്മളിൽ നിന്ന് മർഹൂമായി പോയ എൻ്റെ ബാപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജീവിതകാലത്തെ സുഹൃത്താണ്. പല കാര്യത്തിലും എൻ്റെ ബാപ്പാനോട് ഈ മനുഷ്യൻ സഹകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നെൻ്റെ ബാപ്പൻ്റെ ഹയാത്തിലില്ല, അതുകൊണ്ട് ബാപ്പ എൻ്റെ സുഹൃത്തിനെ ഞാൻ പരിഗണിച്ചതാണ്. അപ്പോൾ എന്തായി? ഖബറിൽ കിടക്കുന്ന ബാപ്പാനോട് ഈ റിലേഷൻ നമ്മൾ സ്ഥാപിക്കുന്നതിന് തുല്യമായി. അതാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങളിലൂടെ ഇബാദത്തിന്റെ ഉന്നതിയിലേക്ക് എത്താൻ നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ നമ്മളെ മുന്നിലുള്ള സാധനങ്ങളാണ്. പക്ഷേ അതിൻ്റെ മൂല്യം തിരിച്ചറിയാത്തതിൻ്റെ പേരിൽ പലപ്പോഴും നമ്മളെ ഒരു 10 മിനിറ്റ് പോലും ഇങ്ങനെയുള്ളൊരു ഇബാദത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ ആത്മബന്ധങ്ങളിലൂടെ മീസാൻ എന്ന തുലാസിന്റെ തട്ടിന് കനം കൊടുക്കുന്ന ഇബാദത്തിനെ പറ്റി നമ്മൾ ബദ്ധശ്രദ്ധരാവാറില്ല. അള്ളാഹു ആ ശ്രദ്ധ തിരിക്കലിലേക്ക് നമ്മുടെ മജ്‌ലിസുകളെ ഒരു സബബാക്കി തീർക്കുമാറാകട്ടെ. അതിൻ്റെ പുണ്യം അള്ളാഹു എല്ലാവർക്കും നൽകുമാറാകട്ടെ. അതോടുകൂടെ നല്ലൊരു ഹുസ്നുൽ ഖാത്തിമത്തിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഇലക്ഷനാണ്. ഞാൻ കഴിഞ്ഞ പെരുന്നാളിൻ്റെ ഖുതുബയ്ക്ക് ശേഷം നിർണായകമായ ഇലക്ഷനുമായി ബന്ധപ്പെട്ട, ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇനി അതിലേക്ക് കടക്കുന്നില്ല. നമ്മളൊക്കെ നല്ല പൗരബോധമുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യത്തിൽ പ്രതിബദ്ധതയും പ്രബുദ്ധതയുമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട നമ്മുടെ ന്യൂജൻ കുട്ടികളൊക്കെ ഉണ്ട്. ഈ വർഷത്തെ ഇലക്ഷന് വിരൽത്തുമ്പ് ഉപയോഗിക്കാനുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടി ആ പൗരബോധമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത്, പെരേന്ന് ഒരു വാപ്പ വസിയ്യത്ത് പറയും പോലെ ആവണം മക്കളെ ഇലക്ഷന് പറഞ്ഞേക്കേണ്ടത്. വോട്ട് ചെയ്യാത്ത ഒരാളുണ്ടായിരുന്നു. ചില ആൾക്കാരുണ്ട്, മനം എടുത്തിട്ട് ഈ ഏർപ്പാടിനൊന്നും ഞാനില്ല, ഞാനിങ്ങനെ ഇതിനോടൊന്നും എന്താ പറയുക, നല്ല സമീപനം സ്വീകരിക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് മുഖ്യധാരയിൽ നിന്ന് പിറകെ പോയി നിൽക്കുന്ന ആൾക്കാർ. അതും അനീതിയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ വിരലറ്റം നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ വിരൽ തുമ്പുകളെ, നമ്മുടെ സമ്മതിദാന അവകാശം, അത് നമ്മുടെ കയ്യിലുള്ളൊരു വെപ്പണാണ്. ആ മോഡേൺ വെപ്പൺ, ആ അത്യാധുനിക സജ്ജീകരണമുള്ള ആയുധം നമ്മൾ ഉപയോഗിച്ചേ തീരൂ. എല്ലാവരും ചിന്തിക്കുക, മതേതര ഇന്ത്യ മരിക്കാൻ പാടില്ല. നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയാണ്. ആ നിർമ്മല സീതാരാമൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രിയാണ്. ആ മന്ത്രിയുടെ ഭർത്താവ് തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഡിക്ലെയർ ചെയ്തൊരു കാര്യമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇനിയൊരു തെരഞ്ഞെടുപ്പ് കൂടി ഈ ബന്ധപ്പെട്ട NDA സർക്കാർ വരികയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ അവർ പൊളിച്ചെഴുതും. അയോധ്യയിലെ ഒരു നിലവിലെ MP, അദ്ദേഹം ഇപ്പൊ അവിടെ സമ്മതിദാന അവകാശം തേടാൻ പോവാൻ, ആ MP അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് അറിയാതെ വീണുപോയൊരു വാക്ക് അത് പത്രമാധ്യമങ്ങൾ പെറുക്കിയെടുത്ത് ലോകത്തിന് വിതരണം ചെയ്തു. എന്താ അദ്ദേഹം പറഞ്ഞത്? 272 സീറ്റ് ഉണ്ടെങ്കിൽ ഏത് പാർട്ടിക്കും കേവല ഭൂരിപക്ഷം കിട്ടും. ഒറ്റക്ക് ഭരിക്കണമെങ്കിൽ 272 സീറ്റ് മതി. പക്ഷേ ഈ പ്രാവശ്യം നമുക്കത് പോരാ. അദ്ദേഹം പറയാൻ, BJPയുടെ അയോധ്യയിലെ സിറ്റിംഗ് MP പറയാണ്, ഈ വർഷം നമുക്കത് പോരാ. അതുകൊണ്ട് 400ന്റെ മുകളിലേക്ക് 3/2 ഭൂരിപക്ഷം ലോകസഭയിലെ മൊത്തം MP-മാരെ എണ്ണി നോക്കുമ്പോൾ അതിൽ 3/2 നമ്മൾ ആളുകളാകണം. അതെന്തിനാണ് എന്ന് അണികൾ ചോദിച്ചപ്പോൾ ആ MP സ്റ്റേജിൽ നിന്ന് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഇടയിൽ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. 3/2 ഉണ്ടായാലേ
ഡോക്ടർ ഭീമാ റാവു അംബേദ്കർ എഴുതി വെച്ച ഭരണഘടനയെ പൊളിച്ചെഴുതാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മൾ അറിയിക്കും, നമ്മൾ ചിന്തിക്കണം എവിടേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് ഈ അവസാനത്തെ വണ്ടി നമ്മൾ നല്ല നല്ല രീതിയിൽ ബദ്ധശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം. ഇതൊരു മനുഷ്യൻ്റെ നിർണായകമായ നീതിയുടെ അവസാനത്താണിയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇനി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ശവക്കല്ലറയിലെ ഒടുക്കത്തെ ആണിയടിക്കാൻ അവർ ഹാമർ ഉയർത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ വിരലുകളെ നിങ്ങൾ അമർത്തി കഴിയണം. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ മുമ്പിൽ അതിനിർണായകമാണ്. നമ്മൾ എന്ത് ചെയ്തു? ജുമാന്റെ 1 മണിക്കൂറിന്റെ ഇടയിലുള്ള സമയങ്ങളടക്കം. കാരണം ഒരുപാട് മുസ്ലിം ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള ആൾക്കാരുണ്ട്. ഇലക്ഷന് വേണ്ടി ക്യൂവിൽ പോയി നിൽക്കുന്ന ആളുകൾ ജുമാ നഷ്ടപ്പെടാൻ പാടില്ല. അതിന്റെ ഡ്യൂട്ടിക്ക് പോകുന്ന മുസ്ലിം ഉദ്യോഗസ്ഥന്മാർക്ക് ജുമാ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ വളാഞ്ചേരിയുടെ പരിസരങ്ങളിലുള്ള പള്ളികൾ ഒരു സ്കെഡ്യൂൾ ജുമായുടെ ടൈമിൽ ചെറിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഒരു നീക്കുപോക്ക് സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർക്ക് ജുമാ നഷ്ടപ്പെടാതിരിക്കാനാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഈ ടൗൺ മസ്ജിദിൽ, ഇത് മഹല്ല് മസ്ജിദുമാണ്, ടൗൺ മസ്ജിദുമാണ്, വളാഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ്. നമ്മുടെ ഈ ടൗൺ മസ്ജിദിന്റെ അകത്ത് വാങ്ക് വിളിച്ച് നിങ്ങൾക്കുള്ള സുന്നത്ത് നിസ്കാരം, ജുമാന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ജുമാ ജമാഅത്ത് ഖുതുബയും നിസ്കാര അനുബന്ധ ചടങ്ങുകളൊക്കെ തന്നെ നിർവഹിക്കപ്പെടുന്നതാണ്. അത് കഴിഞ്ഞ് അപ്പോൾ 12:40 നമ്മുടെ ചടങ്ങ് തുടങ്ങും. 30-ന് ബാങ്ക്, ഏത് പറയാം 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 12:40 ഉള്ളിലായിട്ട് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കും. വൈക്കത്തൂരിൽ 1 മണിയോടുകൂടെ ആയിരിക്കും അവിടെ തുടങ്ങുക. അതുപോലെ തന്നെ 1:15 നമ്മുടെ തറവാട്, പഴയകാല തറവാട് ഖബർസ്ഥാനൊക്കെ ഉള്ള പള്ളിയായ കോട്ടപ്പുറം ജുമാ മസ്ജിദ് തുടങ്ങുക. അതുപോലെ തന്നെ KK കരയിലും 1 മണിക്കായിരിക്കും ആരംഭിക്കുക. അപ്പോൾ ഈ ഒരു സമയം പിന്നെ നമ്മളെ പല ആളുകൾക്കും ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിർണയിച്ചിരിക്കുന്നത്. ആ കാര്യം കൂടി പ്രിയപ്പെട്ട വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. മദ്രസ നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കുകയാണ്. എല്ലാവരും അവരവരുടെ മക്കളെ കാര്യത്തിലൊക്കെ ബോധവാന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഉമ്മമാർ ബോധവതികളോ ആകണം. നമ്മുടെ കുട്ടികൾക്ക് ദീനീ വിദ്യാഭ്യാസത്തിൻ്റെ കമ്മി നല്ലോണം ഉണ്ട്. ബാക്കിയുള്ളതിനൊന്നും ഇപ്പോൾ നമ്മൾ പ്രമോഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എത്തിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാ കാര്യങ്ങളും ഖൈറിലും ബർക്കത്തിലുമാക്കി തരട്ടെ. നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്ത് കൊടുക്കട്ടെ. അള്ളാഹു മഴയില്ലാതെ വിഷമിക്കുന്ന ഒരു വലിയ സമൂഹമാണ്. ഇപ്പം വലിയൊരു വരൾച്ചയിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. അള്ളാഹു മഴ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വരൾച്ചക്ക് അള്ളാഹു അറുതി വരുത്തട്ടെ. ഐശ്വര്യം കൊണ്ട് അള്ളാഹു നമുക്ക് സമൃദ്ധി നൽകട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം നമ്മളും മക്കളൊക്കെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഈ രാജ്യത്ത് അള്ളാഹു സംജാതമാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, ലക്നോയിൽ നിന്ന് വന്ന ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ഒരു ആലിമാണ്, അവിടുത്തെ പള്ളിയിലൊരു ഇമാമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു കിഡ്നി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയൊരു ബാധ്യത വന്നിട്ട് അദ്ദേഹം അവിടുത്തെ പള്ളിയിൽ ലീവാക്കിയിട്ട് കേരളത്തിലേക്ക് ഇറങ്ങി തിരിച്ചാണ്. 4 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് UP-യിലേക്ക് പോവുകയാണ്. ഒരു മുസ്ലിം പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ കാര്യത്തിൽ അങ്ങനെ വന്നാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ സമ്മറിയൊക്കെ ഒന്ന് പരിശോധിച്ചു. അപ്പോൾ അത് സത്യമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ട കാര്യം എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വെളുത്തൊരു മനുഷ്യൻ തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് അവിടെ, ഞാൻ അങ്ങനെ പറയാൻ കാരണം അത് വേറെ രീതിയിലുള്ളൊരു പ്രയോഗമല്ല, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഒരു തലപ്പാവ് കെട്ടി ഒരു നീണ്ട താടിയൊക്കെ ഉള്ളൊരു മനുഷ്യൻ, ഒരു നരച്ച താടിയുള്ളൊരു മനുഷ്യൻ അവിടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുക, പുറത്ത് പറ്റുന്ന ആളുകളൊക്കെ നല്ല മനസ്സോട് കൂടെ സഹായിക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.